പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ബന്ധമുള്ള 15 പേരെ NIA അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഭീകരർക്ക് ആയുധങ്ങൾ നൽകിയ 4 പേരാണ് പിടിയിലായത്. ആക്രമണം നടക്കുന്ന ദിവസം പിടിയിലായവർ പഹൽഗാമിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഫോൺ രേഖകളും ഉണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ സുരക്ഷാസേന കണ്ടെത്തി എന്നുള്ള സൂചനയും വരുന്നു. വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, 15 പേർ പിടിയിലായി എന്ന വിവരം, അതിൽ തന്നെ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ടൂറിസ്റ്റുകളെ വെടിവെച്ച് വീഴ്ത്തിയ ഭീകരവാദികൾ അവർ പിടിയിലായി എന്നുള്ള സൂചനയും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് പഹൽഗാമിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശരത്? ലക്ഷ്മി പത്മ, പഹൽഗാമിൽ നിന്ന് നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്നത് 15 പേരെ ഈ പഹൽഗാം അക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ, അതായത് 4 പേരുള്ള തീവ്രവാദി സംഘത്തിന് സഹായം ചെല്ലുകയും അതിനുവേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത 15 പേരെയാണ് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് CRPF ക്യാമ്പിൽ NIA ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ദോഡ ജില്ല, അതുപോലെ കപ്വാര, അതുപോലെ തന്നെ ഷോപ്പിയാൻ, അതുപോലെ താര, ത്രാസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇവരൊക്കെ പഹൽഗാമിൽ എത്തിയിരുന്നു. പഹൽഗാമിൽ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പേ തന്നെ ഒരാഴ്ച പഹൽഗാമിൽ എത്തിയിരുന്നു. ഈ പഹൽഗാമിൽ എത്തുകയും ഈ ബൈഷരൻ വാലി ഇവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫോൺ രേഖകളും ഫോൺ മൂവ്മെന്റും ഒക്കെ നോക്കിയാണ് ഇത്തരമൊരു കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2 സ്ത്രീകളുമുണ്ട് എന്നാണ് നമുക്ക്, പക്ഷേ അത് കൺഫേം ചെയ്തിട്ടില്ല. എത്ര പേരെ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരം NIA പുറത്തുവിട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇന്ന് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റും, 4 സ്ഥലത്ത് വെച്ച് സുരക്ഷാസേനയുടെ കൈകളിൽ നിന്ന് തലനാരിഴക്ക ഈ 4 ഭീകരരും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 4 ഭീകരർ, 2 പാകിസ്ഥാൻ ഭീകരർ, അതുപോലെ 2 ലഷ്കർ എ തോയ്ബ ഭീകരരും കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും അവരിപ്പോൾ ഉള്ള റിഡ്ജിൽ, അതായത് മലനിരക്കുകളെ റിഡ്ജിൽ അത് വളഞ്ഞിട്ടുണ്ട് സേന. അല്പസമയം, അതായത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരെ നിരായുധരാക്കുകയോ അല്ലെങ്കിൽ അവരെ ജീവനോടെ പിടിക്കാനുള്ള ശ്രമം നടത്തും. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ്, നടന്നില്ലെങ്കിൽ മാത്രമാണ് ഇപ്പോൾ അവർക്കെതിരെ അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന നിലപാടിലേക്ക് പോകുള്ളൂ. അവരെ ജീവനോടെ പിടിക്കണമെന്നുള്ളതാണ്. ബോംബെ ആക്രമണത്തിൽ ലക്ഷ്മിക്കറിയാം, ജീവനോടെ കസബിനെ കിട്ടിയത് കൊണ്ടാണ് പാകിസ്ഥാന്റെ പങ്ക് നമുക്ക് തെളിയിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് റാണയെ പോലും നമുക്ക് ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റിയത്. അതേ രീതിയിൽ തന്നെ ഈ തീവ്രവാദികളിലെ നേരിട്ട് ബന്ധമുള്ള തീവ്രവാദികൾ, അതായത് ദൃക്സാക്ഷികൾ തിരിച്ചറിയുന്ന ഭീകരരെ പിടികൂടി കഴിഞ്ഞാൽ, ജീവനോടെ പിടിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെ ലോക സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തെളിവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ വെടിവെക്കുന്ന ജീവനോടെ പിടിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി സേന കാത്തിരിക്കുന്നത്. അത് എത്ര ദിവസം കാത്തിരുന്നാലും ജീവനോടെ തന്നെ ഇവരെ പിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് സേനാവൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇവരെ പക്കൽ 4 യന്ത്രത്തോക്കുകളും കൈവശമുണ്ട്. ആ യന്ത്രത്തോക്കിൽ നിന്നാണ് ഇന്നലെ സൈന്യത്തിനെതിരെ വെടിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആമിനേഷനും അതുപോലെ കൂടുതൽ ആയുധങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം ഇവയ്ക്ക് വേണ്ടി ഇവർ ജനവാസ മേഖലയിൽ ഇറങ്ങും എന്നൊരു സൂചനയുണ്ട്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഗ്രാമത്തിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചു, അല്ല ഭക്ഷണ സാമഗ്രികൾ എടുത്തു, അത് കൊടുത്ത വീട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന സിം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് കൊല്ലപ്പെട്ട വ്യക്തികളുടെ 3 ഫോണുകൾ ഇവർ കൈവശപ്പെട്ടിരുന്നു. ഇതിൽ നിന്നാണ് ഇപ്പോൾ പുറം ലോകവുമായിട്ട് ഇവർ ബന്ധപ്പെടുന്നത്. ലക്ഷ്മി, ഇത്രയും പിന്നെ അതേപോലെ തന്നെ അതിർത്തി അശാന്തമാണ്. ഇന്നും അതിർത്തിയിൽ കപ്വേര സെക്ടറിലും മറ്റും പൂഞ്ച് സെക്ടറിലും ഇന്നലെ രാത്രി പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെപ്പ് തുടരുന്നുണ്ട്. അതുപോലെ ഏറ്റവും വേറൊരു ഷോപ്പിയാൻ, കാരണം തീവ്രവാദ കേന്ദ്രങ്ങളിലെ പ്രഭവ കേന്ദ്രമായിരുന്ന പഴയ ഷോപ്പിയാനിൽ 3 കടകളും കത്തി നശിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ഭീകരവാദിയെ വീട് ബോംബ് വെച്ച് തകർത്തിരുന്നു. അതിനുശേഷം 2 വീടുകളും അതേപോലെ തന്നെ 3 വീടുകളും നിരവധി 4 കടകളും കത്തി നശിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തീപിടുത്തത്തിന്റെ സ്ഫോടനമെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ അന്വേഷണം തുടരുന്നത് ഇത് തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് സുരക്ഷാ സേന പറയുന്നത്. എന്നാൽ ഗ്രാമീണവാസികൾ പറയുന്നത് ഇവരൊക്കെ ലഷ്കർ എ തോയ്ബ ബന്ധമുള്ള സ്ഥാപനങ്ങളാണ്, കടകളും വീടുകളാണ് നശിപ്പിക്കപ്പെട്ടത്, കത്തി നശിച്ചത് എന്നാണ്. സ്വാഭാവികമായിട്ട് സുരക്ഷാ സേനയുടെ ഒരു കൈ ഇതിൽ അവർ സംശയിക്കുന്നു. എന്നാൽ തീ ആളിപ്പടരുന്നൊന്നും അല്ലെങ്കിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. വീടുകൾ ആളെയൊക്കെ മാറ്റിയ ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് എന്നും കൂടി റിപ്പോർട്ടുകളുണ്ട്. ലക്ഷ്മി.